إن الحمد لله حمدا كثيرا طيبا لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. പരിശുദ്ധ റമളാൻ മാസത്തിൽ ഓരോ ദിനരാത്രങ്ങളിലും ചെറുതും വലുതുമായ കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മരണം കഴിഞ്ഞാലുള്ള ലോകത്തിലെ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. അള്ളാഹു നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ സ്വതക്കകൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തു ബഖറയിൽ പഠിപ്പിച്ച തൊട്ടു താഴെ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം, നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ള ആയത്ത് അല്ലാഹു പഠിപ്പിച്ച് അതിനുശേഷം തൊട്ടടുത്ത ആയത്തുകളിൽ ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ മാസത്തിൻ്റെ പവിത്രത വിശദീകരിച്ചിട്ട് തൊട്ടു താഴെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ അടിമയുമായിട്ട് അടുത്തവനാണ് എന്ന വിശ്വാസമാണ്, ആദർശമാണ്. അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു ഉള്ളത് അല്ലാഹുവിൻ്റെ അർശിലാണ്. അല്ലാഹു ഫിസ്സമാ, ആകാശത്തിൻ്റെ ഉപരിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ളത്. അവിടെ അല്ലാഹുവിൻ്റെ അർശിലുള്ള അല്ലാഹു ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇല പോലും അല്ലാഹു അറിയാതെ അടർന്നു വീഴുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ
പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്, സമീപസ്ഥനാണ്, അടുത്തു തന്നെയുണ്ട് എന്നുള്ളത്. ഇത് പലയിടത്തും പഠിപ്പിച്ചതുപോലെ നോമ്പിനെ കുറിച്ചും റമദാനിനെ കുറിച്ച് പറയുന്നിടത്തും അള്ളാഹു പറയാം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമ നിന്നോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അന്നി ഫഇന്നി ഖരീബ്, മുഹമ്മദേ നീ പറഞ്ഞു കൊടുക്കണം, അള്ളാഹു നിങ്ങളുടെ സമീപസ്ഥനാണ്, അടുത്തു തന്നെയുണ്ട് എന്ന വിവരം പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ, അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, അവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ, എന്തെങ്കിലും ഒരു വേദനയുണ്ടോ, നിങ്ങൾ അള്ളാഹുവിനോട് പറയും. അള്ളാഹു നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരും. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ചോദിക്കുന്നത് മുഴുവൻ ഉത്തരം നൽകുന്നവനാണ് അള്ളാഹു. ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ഈ രൂപത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് അനുസരിച്ച് ആരാണോ ജീവിക്കുന്നത്, തീർച്ചയായിട്ടും അവൻ സന്മാർഗം പ്രാപിച്ചേക്കാം. അവനാണ് ഹിദായത്ത് ലഭിച്ചവൻ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അള്ളാഹു നമ്മുടെ അടുത്തുണ്ട് എന്ന വിശ്വാസം അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ. ഇതൊരു സ്ഥലത്തല്ല, ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇന്നല്ലാഹ ഖരീബ്, അള്ളാഹു സമീപസ്ഥനാണ്, അള്ളാഹു നിങ്ങളുടെ അടുത്തുള്ളവനാണ്. ഒരു സ്ഥലത്ത് പഠിപ്പിച്ചു, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യ നിന്റെ മനസ്സ് മന്ത്രിക്കുന്ന കാര്യം, എന്ത് നിന്റെ മനസ്സ് നീ വിചാരിച്ചാലും അതല്ലാഹു അറിയും. നിന്റെ ജീവനാഡിയേക്കാൾ, കണ്ഠനാഡിയേക്കാൾ അള്ളാഹു നിന്നോട് അടുത്തവനാണ്. നമ്മുടെ ജീവനാഡിയേക്കാൾ അള്ളാഹു നമ്മളോട് അടുത്തവനാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. എന്തിനാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു വിശ്വാസം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്? അതിനുള്ള കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനുമായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സാഹചര്യത്തിൽ ആ നാട്ടിലൊരു വിശ്വാസമുണ്ട്. എന്താണ് ആ വിശ്വാസം? അള്ളാഹു അടുത്തവനല്ല എന്ന വിശ്വാസം. അള്ളാഹു ഞങ്ങളെ തൊട്ട് വിദൂരമാണ്, അകലെയാണ് എന്ന വിശ്വാസം വെച്ച് പുലർത്തിയിരുന്നൊരു ജനത. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ലാത്തയെ വിളിക്കുന്നവർ, ഉസ്സയെ വിളിക്കുന്നവർ, മനാത്തയെ വിളിക്കുന്നവർ, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഇബ്രാഹിം നബിയെ വിളിക്കുന്നവർ, ഇസ്മായിൽ നബിയെ വിളിക്കുന്നവർ, മറിയം ബീവിയെ വിളിക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് ഇലാഹുകളെ അള്ളാഹുവിന് പുറമെ ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അവരാരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവിടേക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മക്കയിലെ മുശ്രിക്കിന്റെ ചോദ്യം എന്താ? അജഅല ആലിഹതൻ ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. മുഹമ്മദേ, ഞങ്ങൾക്ക് ഒരുപാട് ഇലാഹുകൾ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് ആരാധ്യന്മാരുണ്ടായിരുന്നു. ഈ ആരാധ്യന്മാരെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരൊറ്റ ഇലാഹും മതി, ഒരൊറ്റ ആരാധ്യൻ മതി എന്നാണോ മുഹമ്മദേ നീ പറയുന്നത്? ഇത് വിദൂരമായ, അത്ഭുതകരമായ, ആശ്ചര്യകരമായ കാര്യം തന്നെയാണ് അല്ലേ? മക്കയിലെ മുശ്രിക്കിന്റെ മറുപടിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അവർക്ക് ആദർശം പഠിപ്പിച്ചു കൊടുത്തു.
ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ എന്തിനാണ് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി, ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങൾക്ക് അടുക്കണം. ഹഉലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അവർ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് അല്ലാഹുമായിട്ടൊരു അടുപ്പം ഉണ്ടാക്കാൻ കഴിയും. അതിനു വേണ്ടിയാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്. അല്ലേ? അല്ലാഹു ഞങ്ങളുടെ അടുത്തില്ല, അതല്ലെങ്കിൽ അല്ലാഹുമായിട്ട് ഞങ്ങൾക്ക് അടുപ്പമില്ല, അല്ലാഹുവിന് ഞങ്ങൾക്കുമായിട്ട് അടുപ്പമില്ല, ഞങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ അല്ലാഹുവിനും ഞങ്ങൾക്കും ഇടയിൽ ഈ ആരാധ്യന്മാരെ ഞങ്ങൾ വെച്ചിട്ടുള്ളത് എന്ന വിശ്വാസം വെച്ച് പുലർത്തിയ ആളുകൾ. അവിടെയാണ് മുഹമ്മദ് റസൂലുള്ള ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കൊടുത്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. നബി അവരോട് പറഞ്ഞു കൊടുക്ക്, എൻ്റെ അടിമയോട് നീ പറഞ്ഞു കൊടുക്ക്, ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ട്. നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ട് എങ്കിലും നിങ്ങൾ ലാത്തയോടല്ല, ഉസ്സയോടല്ല, മനാത്തയോടല്ല, ഇതുപോലെയുള്ള പ്രവാചകന്മാരോടല്ല, ഔലിയാക്കന്മാരോടല്ല, സാലിഹീങ്ങളോടല്ല, നിങ്ങൾക്ക് എന്ത് ആഗ്രഹങ്ങളുണ്ട് എങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞോ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും കേൾക്കുന്നവനാണ്, ആ ആഗ്രഹങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നവനാണ്. അത്ര കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തത്. അല്ലേ? ഇതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മുസ്ലിം ഉമ്മത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം സഹാബത്ത് മക്കയിൽ നീണ്ട 10-13 വർഷത്തോളം കാലം അനുഭവിക്കുകയാണ്. കഅബാലയത്തിൻ്റെ മുറ്റത്ത് സുജൂദ് ചെയ്യാൻ വേണ്ടി വന്ന സാഹചര്യത്തിൽ അബൂജഹൽ ചോദിക്കുകയാണ്. അബൂജഹലും കുറച്ച് ആൾക്കാരും അവിടെ വട്ടം കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അബൂജഹൽ ചോദിക്കുകയാണ്, കച്ചവടക്കാർ ഉപേക്ഷിച്ചു പോയ ആ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല ആരാണ് മുഹമ്മദിൻ്റെ പിരടിയിൽ കൊണ്ടുപോയിടുക? ആർക്കാണതിന് ധൈര്യം? അങ്ങനെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ ആ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ പിരടിയിൽ കൊണ്ടുപോയിട്ടു. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത സാഹചര്യം. അവിടെ കുറച്ച് സഹാബികളുണ്ട്. ആ സഹാബികൾക്ക് നോക്കി നിൽക്കാനല്ലാതെ വേറൊന്നിനും സാധിക്കുന്നില്ല. കാരണം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടമാണ്. ആൾബലമില്ല, ഒന്നുമില്ലാത്ത സാഹചര്യം. അവർക്ക് നോക്കി നിൽക്കാനേ സാധിച്ചിട്ടുള്ളൂ. ആ സമയത്താണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങകലേ നിന്ന് റസൂലുള്ളാഹിന്റെ പൊന്നാര മകൾ ഓടി വന്നിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ പിരടിയിൽ നിന്ന് ആ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല മാറ്റിയിട്ടു. പ്രവാചകൻ തല ഉയർത്തിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹ്, ഇവരുടെ കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, ഖുറൈശികളെ നീ നശിപ്പിക്കണേ അല്ലാഹ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അവരൊന്ന് വിറച്ചുപോയി. കാരണം അവർക്ക് കഅബയുടെ നാഥനെ അറിയാം, അവർക്ക് അള്ളാഹുവിനെ നന്നായിട്ടറിയാം, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണവർ. പക്ഷെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കിയില്ല, വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അവരൊന്ന് വിറച്ചുപോയി. മാത്രമല്ല, പ്രവാചകൻ അബൂജഹലിന്റെ അടക്കം 4-5ഓളം ആളുകളുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹ് ഇവരെ എല്ലാം നശിപ്പിക്കണേ എന്ന് പേരെടുത്ത് ആ കഅബയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്. അല്ലേ? ആ സംഭവം അങ്ങനെ കഴിഞ്ഞു പോയി. ഇങ്ങനെ ഒട്ടനവധി പീഡനങ്ങളും പ്രയാസങ്ങളും വേദനകളുമായി നീണ്ട ഒരുപാട് കൊല്ലക്കാലം, 10-13 വർഷത്തിലധികം ഈ രൂപത്തിൽ പ്രതിസന്ധിയുടെ കാലങ്ങളായിരുന്നു. അവസാനം സഹാബത്ത് ചോദിച്ചു, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഞങ്ങൾക്ക് വരിക? ഇന്ന നസ്റല്ലാഹി ഖരീബ്, ക്ഷമിക്കടോ, സഹിക്കടോ, അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് അടുത്ത് തന്നെ ഉണ്ടാകും. സമാധാനത്തിന്റെ വർത്തമാനം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലേ? അവസാനം അവരോട് എന്ത് ചെയ്തു? സ്വന്തം നാടും വീടും കുടുംബവും ഒക്കെ വിട്ട്, സമ്പത്തൊക്കെ വിട്ട്, സ്വന്തം നാട്ടിൽ നിന്ന്, പിറന്ന മണ്ണിൽ നിന്ന് മറുനാട്ടിലേക്ക് ഹിജറ പോകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന. ആ കൽപ്പന അവർക്ക് സന്തോഷമായി. അത്രയും അധികം പീഡനങ്ങളായിരുന്നു. അവർ എല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ്. ആ കൂട്ടത്തിലെ പ്രധാനിയാണ് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. സുഹൈബ് റളിയല്ലാഹു അൻഹു. മക്കക്കാര് ചോദിക്കുകയാണ്, സുഹൈബ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ ദരിദ്രനായി ജീവിച്ചവനായിരുന്നു. നീ കച്ചവടം ചെയ്തുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട്, നീ ബിസിനസ് ചെയ്തുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഞങ്ങളുടെ സമ്പത്താണ്, മക്കക്കാരായ ഞങ്ങളുടെ സമ്പത്താണ്. ഈ സമ്പത്തുമായിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ എവിടേക്കാ പോണത്? സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ നിങ്ങൾക്ക് തന്നാൽ ഈ നാട്ടിൽ നിന്ന് പോകാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ എന്ന് പറഞ്ഞു. അല്ല, ഓക്കെ, റെഡി, നീ സമ്പത്ത് ഇവിടെ ഉപേക്ഷിച്ച് നീ പോയിക്കോളാം, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് വേണം, അതിൽ നിന്നൊരല്പം പോലും കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. തൻ്റെ കോടിക്കണക്കിന് സമ്പത്ത് മുഴുവൻ മക്കക്കാർക്ക് മുമ്പിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഹിജറ പോയ മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, സുഹൈബ് ലാഭം കൊയ്തിരിക്കുന്നു. ദുനിയാവ് വിറ്റുകൊണ്ട്, സമ്പത്ത് വിറ്റുകൊണ്ട് മനസ്സിനെ വാങ്ങിയവൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചവൻ. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വമിനന്നാസി മയ്യസ്തരി, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, ഹൃദയത്തെ, നഫ്സിനെ വില കൊടുത്തു വാങ്ങുന്ന ആളുകൾ. അവർ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രതിഫലമല്ലാതെ വേറൊരു ലക്ഷ്യവും അവർക്കില്ല. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അള്ളാഹു തന്റെ അടിമകളോട് ഏറെ റഊഫാണ്, കരുണയുള്ളവനാണ്, കാരുണ്യം കാണിക്കുന്നവനാണ്, ദയാലുവാണ്. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വരെ ആയത്തിറക്കി. അല്ലേ? അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച്, എല്ലാം മക്കയിൽ ഉപേക്ഷിച്ച്, കുടുംബവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചവർ മദീനയിലേക്ക് ഹിജറ പോയി. അവിടെ എത്തിയിട്ടും സമാധാനമില്ലാത്ത രാത്രികൾ. അബൂജഹലിൻ്റെ അടുക്കൽ നിന്ന് ഒരു കത്ത്. എന്താണ് കത്തിൻ്റെ ആകെ ഉള്ളടക്കം? മുഹമ്മദ്, നീ അവിടെ എത്തിയെന്ന് വിചാരിച്ച് നീ സമാധാനിക്കേണ്ടതില്ല. ഞങ്ങൾ അവിടെ വരും. അവിടെ വന്നിട്ട് നിന്നെ വേരോടുകൂടി, നിന്നെയും നിന്നിൽ വിശ്വസിച്ച ആളുകളെയും ഞങ്ങൾ വേരോടുകൂടി പിഴുതെറിഞ്ഞിട്ടല്ലാതെ ഞങ്ങൾക്ക് ഇനി വിശ്രമമില്ല. ഇതാണ് ആകത്തുക. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. സഹാബത്തും മാറി മാറി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാവൽ നിന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ഞാൻ കാവലുണ്ട്. പിന്നീട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടെ പോയി ഉറങ്ങിക്കോ, എനിക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ട്. അങ്ങനെ അവർ മദീനയിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, അള്ളാഹുവിൻ്റെ വിളി. എന്താ വിളി? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ള ആയത്ത് ഹിജറ പോയി മദീനയിലെത്തിയതിനു ശേഷം, അന്നത്തെ യസ്രിബിലെത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കിയിട്ട് ആയത്തിറക്കുക പരിശുദ്ധ ഖുർആനിൽ. പരിശുദ്ധ ഖുർആൻ 2 ഭാഗങ്ങൾ, അധ്യായങ്ങൾ. ഒന്ന് മക്കിയ, ഒന്ന് മദനിയ. എന്താണ് മക്കിയ എന്ന് പറഞ്ഞാൽ? ഖബലൽ ഹിജറ മക്കിയ, ബഅദൽ ഹിജറ മദനിയ. നമ്മൾ പറയും മക്കയിലുള്ളപ്പോൾ ഇറങ്ങിയത് മക്കിയ എന്നും മദീനയിലുള്ളപ്പോൾ ഇറങ്ങിയത് മദനിയ എന്നും പറയും. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാം മദീന എന്ന ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചുള്ള ആയത്തിറങ്ങുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഉള്ളത്? അറഫയിൽ. അറഫ എവിടെ ഉള്ളത്? മക്കത്ത്, അല്ലേ? മദനിയാണ്. ആയത്ത്, അധ്യായം മദനിയാണ്. എന്തുകൊണ്ടാ? ബഅദൽ ഹിജറ. ഹിജറക്ക് മുമ്പിറങ്ങിയത് മക്കിയ, ഹിജറക്ക് ശേഷം ഇറങ്ങിയത് മദനിയ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ മക്കിയ മദനിയ പഠിപ്പിച്ച അധ്യായങ്ങളെ നമുക്ക് എങ്ങനെ ലളിതമായിട്ട് മനസ്സിലാക്കുക? വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, അങ്ങനെ ആദർശപരമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച അധ്യായങ്ങൾ മുഴുവൻ എന്തായിരിക്കും? മക്കിയായിരിക്കും. മക്കയിൽ ആദർശം പഠിപ്പിക്കലാണ്, അള്ളാഹുവിനെ പഠിപ്പിക്കലാണ്, പരലോകം പഠിപ്പിക്കലാണ്. അത് മുഴുവൻ ഉൾക്കൊണ്ട് 10-13 വർഷങ്ങൾക്ക് ശേഷം അവർ പോയി. പിന്നെ മദീനയിലാണ് നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും മറ്റുള്ള കർമ്മങ്ങളും ഒക്കെ അവിടെ പോയതിനു ശേഷമാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? കൃത്യനിഷ്ഠതയോടുകൂടി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് അവർ സ്വന്തം നാട് വിട്ട് അവർ മദീനയിലേക്ക് എത്തി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. അള്ളാന്റെ കൽപ്പന ശ്രമിക്കാനായിട്ടില്ല. നോക്കണം, ശ്രമിക്കാനായിട്ടില്ല. കുതിബ അലൈക്കുമുസ് സിയാം, നാം നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്കും ഈ നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകാൻ, അള്ളാഹു ഹലാലാക്കിയത് പഠിപ്പിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരാൻ, അള്ളാഹു ഹറാമാണ് അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ, അതാണ് തഖ്വ. ഇപ്പൊ നമ്മുടെ ജീവിതം പെർഫെക്റ്റാ. ഈ മാസത്തിലെ നമ്മുടെ ജീവിതം പെർഫെക്റ്റാ. കൃത്യമായിട്ട് നിസ്കരിക്കുക, സദഖ കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക, നോമ്പെടുക്കുക, ദിക്റ് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഖുർആൻ ഓതുക. ഇല്ല, ഹറാമ് നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, സംസാരിക്കുന്നില്ല. പരിശീലനത്തിന്റെ കാലാണ്. പരിശീലിപ്പിക്കുകയാണ് ഈ മാസത്തിലൂടെ അല്ലാഹു, ഖുർആൻ ഇറങ്ങിയ മാസത്തിലൂടെ. അല്ലേ? നമ്മൾ റമദാൻ കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ, ഒന്നും നമുക്ക് ഉപേക്ഷിക്കാനില്ല. എന്തോ ഉപേക്ഷിക്കാനുള്ളത്? റമദാനിൽ ചെയ്ത ഒന്നും നമുക്ക് ഉപേക്ഷിക്കാനില്ല. ഇങ്ങനെ തഖ്വയുള്ളവരാകാൻ അതിനു വേണ്ടിയാണ് നാം നോമ്പിനെ നിർബന്ധമാക്കിയത്. സമിഅനാ വ അതഅനാ, അവർ കേട്ടു. അല്ലാഹ്, ഇത്രയും കാലം ഞങ്ങൾ പ്രയാസത്തിലായി, ഇനിയും ഞങ്ങളെ പ്രയാസപ്പെടുത്താണ്, അങ്ങനെ ഒന്നും അവർ വിചാരിച്ചില്ല. അല്ലേ? അവർ നോമ്പെടുക്കാൻ തയ്യാറായി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത കൽപ്പന. അതേ സ്വരത്തിൽ, അതേ നാണയത്തിൽ, കുതിബ അലൈക്കുമുസ് സിയാം, കുതിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞ അതേ സ്വരത്തിൽ അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന കുതിബ അലൈക്കുമുൽ ഖിതാൽ, കുതിബ അലൈക്കുമുൽ ഖിതാൽ, നിങ്ങൾക്ക് നാം യുദ്ധം നിർബന്ധമാക്കിയിരിക്കുന്നു. കുതിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞ അതേ നാണയം, അതേ സ്വരം, കുതിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹുൽ ലക്കും, നിങ്ങൾക്കത് വെറുപ്പായി തോന്നിയേക്കാം. അല്ലെ? ഇത്രയും കാലം പ്രയാസവും പ്രതിസന്ധിയും കഷ്ടപ്പാടും അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നല്ലൊരു സുഖകരമായൊരു സമാധാന അന്തരീക്ഷത്തേക്ക് വന്നപ്പോഴേക്കും നോമ്പെടുക്കാൻ പറഞ്ഞു. ആ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും പറയാ യുദ്ധം ചെയ്യാൻ. അല്ലേ? അല്ലാഹ് പറയാ വഹുവ കുർഹുൽ ലക്കും, നിങ്ങൾക്കത് വെറുപ്പായി തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾക്ക് ഏതൊരു വിഷയം വെറുപ്പായി തോന്നുന്നുണ്ടോ അതിലാണ് നിങ്ങൾക്ക് ഖൈറുള്ളത്. നിസ്കരിക്കാൻ അള്ളാഹു പറഞ്ഞു. നിസ്കാരം നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ വഹുവ ഖൈറുൽ ലക്കും. സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് ഭാരമായിട്ട് തോന്നുന്നുണ്ടോ വഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് പ്രയാസം എന്ന് പറഞ്ഞത് നിങ്ങൾ മാറ്റിവെക്കരുത്. വഹുവ ഖൈറുൽ ലക്കും, അതിലാണ് നിങ്ങൾക്ക് ഖൈറുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനാണ്. മദീനയിലേക്ക് എത്തിയിട്ടും ശത്രുക്കൾ മുസ്ലിം ഉമ്മത്തിനെ ആക്രമിക്കാൻ, ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇനി നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണ്ട, ഇനി ഇങ്ങോട്ടടിക്കാൻ വന്നാൽ അങ്ങോട്ട് നിങ്ങൾ സമാധാനപരമായ രീതിയിൽ പ്രതികരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള കൽപ്പന ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിലാണ് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് യുദ്ധം ചെയ്യണം, ഞാനുണ്ട് ബദറിലേക്ക്, ഞാൻ തയ്യാറാണ് നബിയെ. ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. രണ്ട് കണ്ണും കാണാത്ത സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. അല്ലേ? സൂറത്ത് അബസ
അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമാണിമാരായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അബ്ദുല്ലാനെ ഇനിയും കാണാലോ എന്ന മനസ്സിൽ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ആ മക്കയിലെ പ്രമാണിമാരെ പരിഗണിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനത്തെ തിരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയ ആയത്തുകളാണ് അബസ വ തവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസക്ക. ആ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, നബിയെ ഞാനുമുണ്ട് ബദറിലേക്ക്. അബ്ദുള്ള, നിന്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല, നീ യുദ്ധക്കളത്തിൽ വന്നിട്ട് എന്താ ചെയ്യാനാ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നിനക്ക് കുറച്ച് ഡ്യൂട്ടി ഞാൻ ഏൽപ്പിക്കാം. എന്താ ഡ്യൂട്ടി? മസ്ജിദുൻ നബവിയിലെ ഇമാം നീയാണ്, മസ്ജിദുൻ നബവിയിലെ മുഅദ്ദിൻ നീയാണ്. ഞാൻ എടുക്കുന്ന ഒരുപാട് ദർസുകളുണ്ട്, ആ ദർസുകൾ മുഴുവൻ കൈകാര്യം ചെയ്യണം. ഈ ഡ്യൂട്ടി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ബദറിൽ നിന്ന് മാറ്റി നിർത്തി മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സാഹചര്യത്തിലാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കുറച്ച് കച്ചവടക്കാരെ ആ നാട്ടിലൂടെ പോയത്. അവർ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയമാണ്. മക്കയുടെ ബഹുഭൂരിപക്ഷം സമ്പത്തും അവരുടെ കയ്യിലുണ്ട്. ഈ വിവരമറിഞ്ഞ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ചർച്ച ചെയ്തു, നബിയെ, നമ്മുടെ സമ്പത്ത് മുഴുവൻ മക്കക്കാര് പിടിച്ചെടുത്തിട്ടുണ്ട്, അതൊക്കെ മക്കയിൽ ഉപേക്ഷിച്ചിട്ടാ നമ്മൾ പോന്നത്. നമ്മുടെ സമ്പത്ത് മുഴുവൻ മക്കയുടെ കയ്യിലാ, മുശ്രിക്കീങ്ങളുടെ കയ്യിലാ. ആ സമ്പത്തൊക്കെ നമുക്ക് തിരിച്ചെടുക്കണ്ടേ? അതുകൊണ്ട് കിട്ടിയൊരു അവസരമാണ്. അബൂ സുഫിയാന്റെ കച്ചവട സംഘം അതിലൂടെ പോകുന്നുണ്ട്, നമുക്ക് അവരിൽ നിന്ന് ആ സമ്പത്ത് കൈക്കലാക്കാം. അങ്ങനെയാണ് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ നേരിടാൻ പോയ ആ ഒരു സൈന്യം. വിവരം അബൂ സുഫിയാൻ അറിഞ്ഞ തന്ത്രശാലിയാണ്. ഒരാളെ വിട്ട് അബൂജഹലിനെ വിവരം അറിയിച്ച് അബൂജഹൽ വൻ സൈന്യവുമായി യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പുമായിട്ട് വരികയാണ്. എല്ലാവിധ ആയുധബലമുണ്ട്, എല്ലാവിധ ആൾബലമുണ്ട്, എല്ലാവിധ വാഹനബലമുണ്ട്, എല്ലാ യുദ്ധസന്നാഹങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. നീണ്ട ചരിത്രം വിശദീകരിക്കാൻ നിന്നാൽ 2, 3, 4 മണിക്കൂർ പറഞ്ഞാലും തീരാത്തത്ര വിശാലമായ ചരിത്രം. ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇറങ്ങിയത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ അവരിൽ നിന്ന് ആ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അബൂജഹലും അതുപോലെ തന്നെ അബൂജഹലിന്റെ പടയും ഇറങ്ങിയതോ ഒരു യുദ്ധത്തിനു വേണ്ടിയാണ്. രണ്ടുപേരും കണ്ടുമുട്ടിയ സ്ഥലമാണ് ബദർ. അവിടെയാണ് യുദ്ധം നടക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? മുഹാജിറുകൾ പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്. അൻസാറുകളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അൻസാറുകളുടെ മറുപടി, ആർത്തിരമ്പുന്ന സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് അങ്ങ് ഞങ്ങളെ ക്ഷണിച്ചാൽ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ നബിയെ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് അൻസാറുകളായ ആളുകളുടെ മറുപടി. അവരുടെ ജീവിതം നമ്മൾ ആലോചിച്ച് കൂട്ടരെ. സമുദ്രത്തിലേക്ക് ഊളിയിട്ടിറങ്ങാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചാൽ ഞങ്ങൾ ഇറങ്ങും നബിയെ. അത്രത്തോളം അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റി അനുസരിച്ചു എന്നുള്ളതാണ്. അള്ളാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരു യുദ്ധം നേരിടാൻ പോകുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളെല്ലാം റെഡിയാണ്. 300 ചില്ലാനം ആൾക്കാരുണ്ട്, 1000 ചില്ലാനം ആൾക്കാർ ശത്രു സൈന്യത്തുണ്ട്. ഈ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പും അവരുടെ കയ്യിലില്ല. അങ്ങനെയുള്ള സാഹചര്യം അവരുടെ വിശ്വാസം കൊണ്ട് വിജയം കൈവരിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്, അള്ളാഹ്, ഞങ്ങൾ ചെറു സംഘമാണ്, ഈ ചെറു സംഘത്തെ നീ ഇല്ലാതാക്കിയാൽ ഈ ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കാൻ ഒരു കുട്ടി പോലും ഉണ്ടാവുകയില്ല. അള്ളാഹ്, ഒരാൾ പോലും ഈ ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ എനിക്ക് നീ നൽകിയ വാഗ്ദാനം, ഉറപ്പ്, വിജയം അത് നീ എനിക്ക് നൽകണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം ചോദിച്ച സന്ദർഭം. എന്താണ് സഹായ ചോദ്യം? അല്ലാഹ്, ഞങ്ങൾ ചെറു സംഘമാണ്, അല്ലാഹ്, ഈ ചെറു സംഘത്തെ നീ ഇല്ലാതാക്കിയാൽ നിന്നെ ആരാധിക്കാൻ ഭൂമി ലോകത്ത് ഒരാളും ഉണ്ടാവുകയില്ല അല്ലാഹ്. അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഈ ദുആ, ഈ പ്രാർത്ഥന, ഈ സഹായത്തേട്ടം
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കുവാൻ അല്ലാഹുവിന്റെ പട്ടാളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയാണ്. 300 ചില്ലാനം മനുഷ്യന്മാരുണ്ട്, 1000 ചില്ലാനം മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുകയാണ്. ശത്രു ഭാഗത്തുള്ള ആ സൈന്യത്തിന്റെ അത്ര വലിപ്പം മുസ്ലിം ഉമ്മത്തിന് അല്ലാഹുവിന്റെ പട്ടാളം മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ബദറിൽ വലിയ വിജയമായിരുന്നു മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അത് വിശ്വാസം കൊണ്ട് നേടിയെടുത്ത വിജയമാണ്, ആദർശം കൊണ്ട് നേടിയെടുത്ത വിജയമാണ്. തൗഹീദും ശിർക്കും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. തൗഹീദിന്റെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു എന്നതിൻ്റെ തെളിവായിരുന്നു ബദർ യുദ്ധം എന്നുള്ളത്. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറക്കി. ബദർ യുദ്ധത്തിന് വരാതെ, ബദറിലേക്ക് വരാതെ വീട്ടിലിരുന്ന ആളുകളും യുദ്ധത്തിൽ വന്ന് പങ്കെടുത്ത ആളുകളും തമ്മിൽ ലാ യസ്തവി, അവർ ഒരിക്കലും സമമാവുകയില്ല, അവർ ഒരിക്കലും ഒരുപോലെയാവുകയില്ല. യുദ്ധത്തിൽ വരാതെ വീട്ടിലിരുന്നവരെക്കാൾ ഫضലുള്ളവരാണ്, ശ്രേഷ്ഠതയുള്ളവരാണ് യുദ്ധത്തിൽ പങ്കെടുത്തവർ. ഈ ആയത്ത് കേട്ടു? നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മഖ്തൂം റളിയല്ലാഹു അൻഹു കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറയാം, നബിയെ, ഞാൻ നിങ്ങളോട് എത്ര പറഞ്ഞു ഞാനുണ്ട് യുദ്ധക്കളത്തിലേക്ക്, താങ്കൾ എന്നെ അനുവദിച്ചില്ല, അതിനെനിക്ക് അനുവാദം നൽകിയില്ല. താങ്കൾ അനുവാദം നൽകാത്തത് കൊണ്ടാണല്ലോ എനിക്ക് ആ പദവി കിട്ടാഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ബദരീങ്ങളുടെ ഫضലിൽ പെട്ടവനാണ് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനസ്സുള്ളത് കൊണ്ട് അതിൽ പങ്കെടുത്തവരുടെ പ്രതിഫലം നിനക്കുമുണ്ട് എന്ന് അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മഖ്തൂം റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുദ്ധം കഴിഞ്ഞിട്ട് ബദറിലെ പൊട്ടക്കിണറ്റിൽ പോയി പരിശോധിക്കുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ആരൊക്കെയുണ്ട്? ശത്രുപക്ഷത്തിലെ മുൻനിരയിലെ പ്രധാനപ്പെട്ട അബൂജഹലടക്കം. നേരത്തെ പ്രാർത്ഥിച്ചില്ലേ, കഅബാലയത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി റസൂലുള്ള വന്ന സാഹചര്യത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയിട്ട് പ്രവാചകനെ പീഡിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ, അത് കണ്ടുകൊണ്ട് കൈയടിച്ച് ആനന്ദിച്ച് സന്തോഷിച്ച് ചിരിച്ച ആളുകൾ അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ചല്ലോ, അല്ലാഹുവേ ഇവരെ നീ നശിപ്പിക്കണേ അല്ലാ. ആ ആളുകൾ മുഴുവൻ ചത്തുകിടക്കുന്ന കാഴ്ചയാണ് മുസ്ലിം ഉമ്മത്തിന് കാണാൻ ബദറിന്റെ മണ്ണിൽ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ആ ബദറിൽ പങ്കെടുത്ത് മരണപ്പെട്ട, ആ ബദറിൽ പങ്കെടുത്ത് ഷഹീദായ ആളുകളാണ് ബദരീകളായ ആളുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ആദർശ വിശ്വാസത്തിനു വേണ്ടി ജീവിച്ച് പോരാടിയ ആളുകൾ അല്ലേ, അവരുടെ മാർഗത്തിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അവരെ സ്നേഹിക്കാത്ത ഒരാളും മുസ്ലിം ആവുകയില്ല. അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ പിൻപറ്റണം, അവരുടെ പാതയെ നമ്മൾ മുറുകെ പിടിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ നെഞ്ചിലേറ്റ നമുക്ക് സാധിക്കണം. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായിട്ട് അല്ലാഹു അല്ലാതെ വേറൊരാളുമില്ല. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരം, എൻ്റെ ആരാധനാ കർമ്മങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായി എന്തെല്ലാം നന്മകൾ പ്രവർത്തിക്കുന്നുണ്ടോ അത് മുഴുവൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്, വേറൊരാൾക്കുമില്ല. ആരെയും കാണിക്കാനല്ല, ആരെയും അറിയിക്കുവാൻ വേണ്ടിയല്ല, ആരുടെയും തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടല്ല. ഞാൻ ജീവിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, ഞാൻ മരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. എൻ്റെ ജീവിത മരണമെന്ന പ്രതിഭാസത്തിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല. സകലതും അതിൽപ്പെട്ടതാണ് പ്രാർത്ഥന. ഇവിടെയാണ് കൂടുതൽ ആളുകൾ പിഴച്ചു പോയത്. മക്ക മുശ്രിക്കിൻ്റെ വിശ്വാസം നമ്മളിപ്പോഴും ചോദിക്കേ, നിങ്ങളെന്തിനാ
പിന്നെ മൊയ്തീൻ ശേഖരെ ആരാധിക്കുന്നത്? നിങ്ങൾ എന്തിനാ ബദരീങ്ങളെ ആരാധിക്കുന്നത്? അല്ലേ? നമുക്കറിയാം റമദാൻ 16, 17 ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ കോലങ്ങളുടെ ആകെ മാറും. ബദരീങ്ങളുടെ ആണ്ട് എന്നൊരു ആചാരം, പച്ച ബിദ്അത്ത് എന്നല്ലാതെ വേറെന്താ പറയാ? ബദർ മൗലൂദ് പാരായണം ചെയ്തുകൊണ്ട്, ബദർ മാല ചൊല്ലിക്കൊണ്ട് ബദരീങ്ങളുടെ ആണ്ട് ആചരിക്കുന്ന അവസ്ഥ പച്ച ബിദ്അത്താണ്. എന്താണ് അതിന് തെളിവ്? യാതൊരു തെളിവുമില്ല. ഈ ബിദ്അത്ത് ചെയ്തിട്ട് നമ്മൾ നോമ്പെടുത്തിട്ട് എന്താ കാര്യം? ഈ ബിദ്അത്ത് ചെയ്തിട്ട് നമ്മൾ എന്താണ് പ്രിയമുള്ളവരെ നമസ്കരിച്ചിട്ട് കാര്യം? ഒരു അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. എല്ലാത്തിനെയും ചിതറിയ ധൂളികളെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കും. ഒന്നുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. റമദാനിലെ ഒരു നോമ്പും അല്ലാഹു സ്വീകരിക്കൂല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ബദറിൽ പങ്കെടുത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു വർഷം, ഇന്ന് ബദർ യുദ്ധം നടന്ന് ബദരീങ്ങൾ മരണപ്പെട്ട ഷഹീദായ ഒരു ദിവസമാണ്. നിങ്ങൾ വാ, നമുക്ക് കുറച്ച് പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലാം, പ്രത്യേകമായ എന്നുമില്ലാത്ത സ്വലാത്തുകൾ ചൊല്ലാം, എന്നുമില്ലാത്തൊരു ഇബാദത്ത് നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വർഷം ആചരിച്ചത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര സഹാബിമാർ കഴിഞ്ഞു പോയി, അവരുടെ ജീവിതത്തെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. അല്ലാഹു പഠിപ്പിക്കാത്തത്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത്, സഹാബത്തിന് പരിചയമില്ലാത്തത്, അത് മുഴുവൻ പുതിയ പുതിയ കാര്യങ്ങളാണ്. അതിനൊരിക്കലും ദീനാണ് എന്ന് പറയാൻ പറ്റൂല. അതിനൊരിക്കലും ഇസ്ലാമാണെന്ന് പറയാൻ പറ്റൂല. ഇസ്ലാം ഖാല അല്ലാഹ് വമാ ഖാല റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു എന്താണോ പഠിപ്പിച്ചത്, റസൂലുള്ള എന്താണോ പഠിപ്പിച്ചത്, റസൂലുള്ളയിൽ നിന്ന് സഹാബത്ത് എന്താണോ മനസ്സിലാക്കിയത്, അത് മാത്രമേ ദീനുള്ളൂ. ഇവരാരും പഠിപ്പിക്കാത്തതും ഇവർക്കാർക്കും പരിചയമില്ലാത്തതും ഒരിക്കലും ഇസ്ലാമാണെന്ന് പറയാൻ പറ്റൂല. റമദാൻ 16, 17 ആകുമ്പോ ആ ബദരീങ്ങളുടെ പേരിൽ ആണ്ടാചരിക്കുന്ന സാഹചര്യം അതൊരിക്കലും ദീനല്ല, അതൊരിക്കലും ഇസ്ലാമല്ല. കാരണം ഇസ്ലാമിന്റെ നേതാക്കന്മാർ ആരും ഇത് പഠിപ്പിച്ചു തന്നിട്ടില്ല. റസൂല പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചില്ല, ആരുടെയും ജീവിതത്തിൽ കാണാൻ കഴിയില്ല. അന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബദർ മൗലൂദുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയേ, പിന്നെ ഒരു തെളിവുമില്ലാത്ത പിന്നെ കാര്യങ്ങളാണ് അതിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഒരാൾ ഹജ്ജിന് പോകുക. ബദർമാലയിൽ പറഞ്ഞ സംഭവമാണ് കേട്ടോ, അറബി വായിച്ച് പറയാനുള്ള നേരമില്ലാത്തത് കൊണ്ട് പറയാണ്. ഒരാൾ ഹജ്ജിന് പോകുക, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് അല്ലേ? ഒരുപാട് കള്ളക്കഥകളിൽ ഒരു കള്ളക്കഥയാണ്. ഒരാൾ എന്ത് ചെയ്തു, ഹജ്ജിന് പോകുന്ന സമയത്ത് കുറച്ച് കൊള്ളക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു. ആ കൊള്ളക്കാർ വീട്ടിൽ വന്നിട്ട് പിന്നെ വീടിൻ്റെ മേൽക്കൂര ഇങ്ങനെ നീക്കി നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നു. വാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉരസുന്ന, വാളുകൾ കൊളത്തുന്ന, തട്ടുന്ന, യുദ്ധം ചെയ്യുന്ന ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. ആ ദിവസം കൊള്ളക്കാർ ആകെ പേടിച്ച് വിറച്ചു പോയി. അവർ തിരിച്ചുപോയി, അവിടെ വീട്ടിൽ കയറിയില്ല. രണ്ടാമത്തെ ദിവസം ഇതന്നെ സാഹചര്യം. അവർ വന്നു മേൽക്കൂര ഓടക്കളക്കി നോക്കിയപ്പോൾ രണ്ടാമത്തെ ദിവസവും ആകെ യുദ്ധം. വീട്ടിൻ്റെ ഉള്ളിൽ ആരുമില്ല. പക്ഷെ ഈ വന്ന കൊള്ളക്കാരെന്ത് ചെയ്യുന്നുണ്ട്, വലിയ യുദ്ധം കാണുന്നുണ്ട്. മൂന്നാമത്തെ ദിവസവും ഇതന്നെ സാഹചര്യം അല്ലേ? അങ്ങനെ അവർ പിന്നെ ആ വീട് കൊള്ളടിച്ചില്ല, ആ വീട്ടിലേക്ക് വന്നില്ല. ഹജ്ജിന് പോയ ആൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു, ഇവരോട് ആ കൊള്ളക്കാരുടെ കൂട്ടത്തിലെ തലവൻ വന്നിട്ട് ചോദിച്ചു, ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി അല്ലേ, ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി, എന്താണ് താങ്കൾ ഇവിടെ ചെയ്തു വെച്ചത്, എന്താണ് താങ്കൾ ചെയ്തത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ ഹജ്ജിന് പോയ ഹാജി പറയാ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു പേജിൽ ആയത്തിൽ കുർസി എഴുതി, ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ആയത്തിൽ കുർസി എഴുതി. ആ ആയത്തിൽ കുർസിയുടെ താഴെ അഹ്ലു ബദർ യുദ്ധത്തിൽ മരണപ്പെട്ട ശുഹദാക്കളുടെ പേരുകൾ എഴുതി ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചു. അത് മാത്രമാണ് ഞാൻ ചെയ്തത്, ഇതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല.
അപ്പോൾ ആ കൊള്ളക്കാരന്റെ കൂട്ടത്തിലെ തലവൻ പറയുകയാണ്, ഇത് മതി അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കൊള്ളടിക്കാൻ വന്ന ആള് പിന്നെ ഹജ്ജിന് പോയ ആൾക്ക് ഉപദേശം, ഇതും മതി കേട്ടോ. ബദർമാലയിൽ പറഞ്ഞ സംഭവ 48-ാമത്തെ 50-ാമത്തെ പേജാണ്ട അല്ലേ. ഈ ജാതി കള്ളക്കഥകൾ കെട്ടിയുണ്ടായി. ഇത് മാല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു സംഭവം പോലെ ഇങ്ങനെ എഴുതും. പിന്നെ മൗലൂദ് എന്ന് പറഞ്ഞാൽ, മാല എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം എന്ത് ചെയ്യും, പാട്ട് രൂപത്തിൽ എഴുതും. ബദർ മാല ഉണ്ട്, ബദർ മൗലൂദ് ഉണ്ട്. രണ്ടും കണക്ക് തന്നെ, ഒന്ന് ഗദ്യരൂപത്തിൽ, ഒന്ന് പദ്യരൂപത്തിൽ. ഇതാ വ്യത്യാസമുള്ളൂ. ഇതിങ്ങനെ ചൊല്ല. റമദാൻ 16, 17 ആവുമ്പോൾ ഇല്ലാത്ത കള്ളക്കഥകൾ വിശ്വസിക്കുക, അത് പറഞ്ഞുണ്ടാക്കുക. ഈ ആചാരവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഇസ്ലാമിനുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത്തരം ബിദ്അത്തുകളുമായിട്ടൊന്നും നമുക്ക് യാതൊരു ബന്ധം ഉണ്ടാകരുത്. ബദരീങ്ങൾ ഏതൊരു മാർഗത്തിലാണോ ജീവിച്ചത്, ഏതൊരു ആദർശത്തിനു വേണ്ടിയാണോ, അവിടെ ഉണ്ടായിരുന്ന വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. അതിന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹു അകലെയല്ല, അള്ളാഹു നമ്മുടെ അടുത്തു തന്നെയുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും നിന്റെ ജീവിതത്തിൽ എന്തെന്ത് വേദനകളുണ്ടോ, മാരകമായ രോഗങ്ങൾ പിടിപെട്ട് പ്രയാസപ്പെടുന്നവനാണോ, മക്കളില്ലാതെ വേദനിക്കുന്നവനാണോ, കടങ്ങൾ കൊണ്ട് പ്രതിസന്ധി അനുഭവിക്കുന്നവനാണോ, കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവനാണോ, എന്നില്ല, എന്തെന്ത് വേദനകൾ നീ അനുഭവിക്കുന്നുണ്ട് എങ്കിലും അള്ളാഹുവിനോട് നീ പറഞ്ഞോ. ഏത് സമയത്തും നിനക്ക് പറയാം. കാരണം ഉറക്കമില്ലാത്തവനാണ്, മയക്കമില്ലാത്തവനാണ്, ക്ഷീണമില്ലാത്തവനാണ്, തളർച്ചയില്ലാത്തവനാണ് നിന്റെ മനസ്സ്. പള്ളിക്കുള്ളിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള പള്ളി കേന്ദ്രമാണ് പള്ളി. ആ പള്ളിയിൽ പോയിരുന്നിട്ട് നീ ഒറ്റയ്ക്കിരുന്ന് നിന്റെ കണ്ണുകളിൽ കണ്ണുനീര് നിറച്ച് നീറുന്ന മനസ്സുമായിട്ട് അള്ളാഹുവിനോട് ചോദിക്ക്. അള്ളാഹു നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരും. അല്ലേ? ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാ. ആ വിശ്വാസത്തിലേക്കും ആദർശത്തിലേക്കും വരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു സംഭവം കൂടെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പിന്നെ ഉഹദിൻ്റെ വിളംബരം ഉണ്ടായപ്പോൾ, ബദർ കഴിഞ്ഞു, യുദ്ധം ചെയ്യാൻ അനുവാദം കിട്ടിയില്ല. ഉഹദിൻ്റെ വിളംബരം ഉണ്ടായപ്പോൾ അതുപോലെ വന്നു നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനുമുണ്ട് ഉഹദിലേക്ക് പോകാൻ, താങ്കൾ എന്നെ തടയരുത്, ബദറിൽ തടഞ്ഞതുപോലെ തടയരുത്, എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ഷഹീദാകാൻ. പഴയതുപോലെ തന്നെ നബിയുടെ മറുപടി, അബ്ദുള്ള നീ വന്നിട്ട് എന്താണ് കാര്യം, നീ എന്ത് ചെയ്യാനാ, യുദ്ധക്കളത്തിൽ നീ എന്ത് ചെയ്യാനാണ് അബ്ദുള്ള, അതുകൊണ്ട് നീ യുദ്ധം ചെയ്യാൻ വരല്ലേ, ഇന്ന ഡ്യൂട്ടികൾ നീ നിർവഹിക്കുക. അബ്ദുള്ള ഉഹദിലും വന്നില്ല, ഖന്തക്കിലും വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിൽ ഒരു യുദ്ധക്കളത്തിലും അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പങ്കെടുക്കാൻ അനുവാദം കിട്ടിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഉണ്ടായ യുദ്ധങ്ങളിൽ ഇതുപോലെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുവാദം കൊടുക്കുന്നില്ല. അബ്ദുള്ള, മുഹമ്മദ് റസൂലുള്ളാഹ് നിനക്ക് അനുവാദം നൽകിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അനുവാദം നൽകാൻ പറ്റുകയില്ല അബ്ദുള്ള. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും അനുവാദം കിട്ടിയില്ല. പിന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഖാദസിയ യുദ്ധത്തിന് വേണ്ടിയുള്ള വിളംബരം നടന്ന സാഹചര്യത്തിൽ അങ്ങകലേ നിന്ന് പിന്നെ ഒരാൾ നടന്നു വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ നേരെയാണ് വരുന്നത്. അല്ലേ? വിളംബരം, യുദ്ധമുണ്ട്, ഖാദസിയ യുദ്ധമുണ്ട്, അതുകൊണ്ട് യുദ്ധത്തിന് ആരൊക്കെ ഉള്ളത്, വിളംബരം വന്നു. ആ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു കൈകാലുകളെല്ലാം ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട്, തലയിലെ രോമങ്ങളെല്ലാം നരച്ചിട്ടുണ്ട്. അങ്ങേയറ്റം പ്രായാധിക്യത്തിലേക്ക് പ്രവേശിച്ച അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ്, ഉമറേ ഞാനുമുണ്ട് യുദ്ധക്കളത്തിലേക്ക് ഞാനുമുണ്ട് ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമല്ലോ അബ്ദുള്ള. ശത്രുക്കൾ നിന്നെ വെട്ടാൻ വേണ്ടി വരുമ്പോ ശത്രുക്കളെ നിനക്ക് കാണണമല്ലോ അബ്ദുള്ള. നിന്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല അബ്ദുള്ള, നീ യുദ്ധക്കളത്തിൽ വന്നിട്ട് എന്താണ് കാര്യം അബ്ദുള്ള?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടി കരയുന്നത് പോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്ന് കരയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. ഉമറേ നീ എന്നെ തടയല്ല ഉമറേ, നീ എന്നെ തടയല്ല ഉമറേ, നീ തടഞ്ഞാൽ അടുത്ത ഒരു അവസരത്തിന് ഞാൻ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റൂല ഉമറേ, അടുത്തൊരു വർഷം അടുത്തൊരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് പ്രായം അധികരിച്ചു പോയി ഉമറേ, അതുകൊണ്ട് നീ എന്നെ തടയരുത് ഉമറേ, എനിക്ക് യുദ്ധക്കളത്തിൽ പറ്റിയൊരു ഡ്യൂട്ടിയുണ്ട്, ആ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കാം ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ ഡ്യൂട്ടി എന്താണ് നിനക്ക് പറ്റിയ ഡ്യൂട്ടി എന്താ? യുദ്ധത്തിന് വേണ്ടി മുസ്ലിങ്ങൾ നടന്നു പോകുമ്പോ അവർക്ക് മുന്നിൽ കൊടി പിടിക്കുന്ന ഒരാളുണ്ടല്ലോ, ആ കൊടി പിടിക്കുന്നവൻ ഞാനാകാം ഉമറേ. കൊടി പിടിക്കുന്നവന് എന്തിനാണ് കണ്ണ്, കൊടി പിടിക്കുന്നവന് എന്തിനാണ് കാഴ്ച ശക്തി, അതുകൊണ്ട് ആ കൊടി പിടിക്കുന്നവൻ ഞാനാകാം എന്ന് പറയുമ്പോ നിവർത്തിയില്ലാതെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അനുവാദം കൊടുക്കുകയാണ്. ഖാദിസിയ യുദ്ധം നടന്നു, മുസ്ലിങ്ങൾ വിജയിച്ചു. ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുമ്പോ കൊടിങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. 15ലധികം ആഴത്തിലുള്ള വെട്ടുകൾ കിട്ടിയിട്ട് മുറിവേറ്റിട്ട് മരിച്ചിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു മരണവെപ്രാളം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും ആ കൊടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കിടക്കുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത് ഖാദിസിയ യുദ്ധക്കളത്തിൽ വെച്ചിട്ടോ അതല്ല ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളാണിതെല്ലാം. നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളൊന്ന് ആലോചിക്കുന്നു, നമ്മൾ എന്ത് ചെയ്തു? ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളി വന്ന് ഈ ലോകത്തോട് നമ്മൾ വിട പറയേണ്ടി വന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. സഹാബത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. നീണ്ട വർഷങ്ങളോളം പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിട്ട് അവർ മദീനയിലേക്ക് ഹിജറ പോയിട്ട് നോമ്പെടുക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചപ്പോ അവർ നോമ്പെടുക്കാൻ തയ്യാറായി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചപ്പോ യുദ്ധം ചെയ്യാൻ അവർ തയ്യാറായി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ദുനിയാവിലെ ജീവിതം മറന്നവരായിരുന്നു. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ദുനിയാവിനേക്കാൾ എന്തുകൊണ്ടും നിനക്ക് ഖൈർ പരലോകമാണ്. അതുകൊണ്ട് പരലോകത്തെ നീ ഒരിക്കലും ദുനിയാവിന് വേണ്ടി തള്ളിക്കളയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക. ഒരുത്തരെയും നമുക്ക് പേടിക്കേണ്ടതില്ല, ഒരു പേടിയും നമുക്ക് വേണ്ടതില്ല. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖദാമക്കും, അള്ളാഹുവിനെ നീ സഹായിച്ചാൽ അള്ളാഹു നിന്നെ സഹായിക്കും. അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കുക, വേറൊന്നുമില്ല. അള്ളാഹു പറഞ്ഞതുപോലെ നീ ജീവിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നീ ജീവിച്ചാൽ അള്ളാഹു നിന്നെ സഹായിക്കും. നിന്റെ കാലുകൾ അള്ളാഹു മണ്ണിൽ ഉറപ്പിച്ചു നിർത്തും. വിറക്കൂല എന്നർത്ഥം അല്ലേ? ഒരുത്തരെയും പേടിക്കേണ്ടി വരില്ല ഈ വിശ്വാസവും ആദർശവും നിന്റെ കൊണ്ട് ജീവിച്ചാൽ. അതുകൊണ്ട് തൗഹീദുള്ളവരായി അഅ്മാലു സാലിഹാത്തുകൾ പ്രവർത്തിച്ച് നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക നമുക്കിടയിൽ. നല്ലൊരു ആദർശ ബന്ധം. എല്ലാവരെ കണ്ടാലും ആരോടും പിണക്കമില്ലാത്ത, വെറുപ്പില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ഇത് മൂന്നോ വേണ്ടത്. ബസ് ഇത്ര മതി പരലോകത്ത് വിജയിക്കുക. ഈ മൂന്ന് കാര്യം. ഒന്ന് ഈമാൻ, അടിയുറച്ച ഈമാൻ, ശിർക്കില്ലാത്ത, ദുൽമ് കലരാത്ത ഈമാൻ. ആ ഈമാൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അഅ്മാലു സാലിഹാത്തുകൾ പ്രവർത്തിക്കുക. ഇത് രണ്ടുണ്ടായാൽ മാത്രം പോരാ. റസൂലുള്ള പറഞ്ഞല്ലോ, നിന്നെക്കുറിച്ച് നിന്റെ അയൽവാസി നല്ലത് പറയാതെ നീ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഈമാൻ, അഅ്മാലു സാലിഹാത്ത്,
അതോടൊപ്പം എല്ലാവർക്കും നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രം. ആർക്കും നമ്മളോട് ഒരു വെറുപ്പോ വിദ്വേഷമോ പകയോ ഒരാളുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മളിൽ ഉണ്ടാകരുത്. ഈ റമദാനിലൂടെ സംസ്കരിക്കപ്പെടാൻ, നല്ലൊരു ഈമാനിനെ സ്വീകരിക്കാൻ, നല്ലൊരു ജീവിതത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള അനുഗ്രഹം നൽകി അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ.